ഇടുക്കി സൂര്യനെല്ലിയിൽ അനധികൃതമായി പ്രവർത്തിച്ച റിസോർട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ സീൽ ചെയ്തു. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം അനുവദിക്കുന്നില്ലെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ നടപടി. കേരളത്തിലും ബുൾഡോസർ രാജാണ് നടക്കുന്നതെന്ന ആരോപണവുമായി CPM നേതാക്കൾ രംഗത്തെത്തി. ഇടുക്കി സൂര്യനെല്ലിയിൽ അനധികൃതമായി പ്രവർത്തിച്ച സ്റ്റാർലൈൻ റിസോർട്ട് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന് പിന്നാലെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ സീൽ ചെയ്തത്. മുൻപ് 3 തവണ റവന്യൂ വകുപ്പിന്റെ നടപടി CPM നേതാക്കൾ തടഞ്ഞിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മൂന്നാർ DYSP R ചന്ദ്രകുമാർ നേരിട്ട് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കിയ ശേഷമാണ് നടപടി പൂർത്തിയാക്കിയത്. റിസോർട്ട് തുറന്നു പ്രവർത്തിക്കരുതെന്ന കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ രാത്രി സമയങ്ങളിൽ പ്രവർത്തനം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അനധികൃതമാണ് നേരത്തെ ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. അതിൽ പിന്നെ നിർമ്മാണം നടത്തിവെന്നു. അതിനുശേഷം അതൊരു പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞവരെ പറഞ്ഞിരുന്നു. അത് പിന്നെ പ്രവർത്തിക്കുന്നതായിട്ട് അന്വേഷണത്തിൽ അറിഞ്ഞ് അതിന്റെ ബേസിലാണ് സീൽ ചെയ്തത്. NOCയും പട്ടയവുമുള്ള കെട്ടിടമാണെന്നും കോടതി ഇടപെടലിന് ശേഷം വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നും റിസോർട്ട് ഉടമ മനോജ് പറഞ്ഞു. തഹസിൽദാർ അന്ന് ഒരു പരാതി കൊടുത്തു, കള്ള പരാതി. എങ്ങനെ NOCയോടെ എടുക്കാതെ ബിൽഡിംഗ് പണിതത്? NOC കൊണ്ട് പട്ടയമുള്ള ഭൂമിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വന്നതുപോലെയാണ് പുള്ളി എന്നെ പുറത്തു തള്ളുന്നത്. റിസോർട്ട് സീൽ ചെയ്ത നടപടിക്കെതിരെ CPM പ്രാദേശിക നേതൃത്വം രംഗത്തെത്തി. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ കേരളത്തിൽ ബുൾഡോസർ രാജാണ് നടക്കുന്നതെന്ന് CPM ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗം VX ആൽബിൻ ആരോപിച്ചു. ജനങ്ങളെ സംരക്ഷിക്കുന്ന പകരം ഈ കേരളത്തിലും പിണറായി വിജയന്റെ ഭരണകാലത്ത് ഈ രീതിയിലുള്ള കർഷകനെയും കർഷക തൊഴിലാളി സാധാരണക്കാരെ കുടിയിറക്കുന്ന ഫുൾ ഡ്രസ് രാജാണ് നടക്കുന്നത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവുകൾ കർശനമായി നടപ്പാക്കുമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി.